വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ നടപടിക്കെതിരെ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ കേരള സർവകലാശാല രജിസ്ട്രാർ VCയുടെ നടപടിക്ക് നിയമസാധുതയില്ലെന്നാണ് നിയമോപദേശം ലഭിച്ചത്. സസ്പെൻഷൻ മറികടന്ന് സർവകലാശാലയിൽ എത്തുന്ന അനിൽ കുമാറിനെ ഭരണഘടന നൽകി സ്വീകരിക്കാനാണ് SFIയുടെ തീരുമാനം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സർവകലാശാലയിൽ വൻ പോലീസ് സന്നാഹമാണ്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറുടെ നിയമ പോരാട്ടത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. രജിസ്ട്രാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മോഹനൻ കുന്നുമ്മലിന്റേത് ഫാസിസ്റ്റ് നിലപാടെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി R. ബിന്ദു. വൈസ് ചാൻസലർ ചെയ്യേണ്ടതിരുന്നത് സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് ഈ വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് അദ്ദേഹം ഏകപക്ഷീയമായിട്ട് തനി ഫാസിസ്റ്റ് രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയാണ്. രജിസ്ട്രാർ യാതൊരു തെറ്റും ചെയ്തതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായ വൈസ് ചാൻസലറുടെ നടപടി തീർച്ചയായും നിയമവിരുദ്ധമാണ്, അമിതാധികാര പ്രയോഗമാണ്, അധികാര ദുർവിനിയോഗമാണ്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നിലപാട്. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ VC പെരുമാറുന്നതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ആഞ്ഞടിച്ചു. ഗവർണറാണ് സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാട്ടിയതെന്നും V. ശിവൻകുട്ടി. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കില്ല. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഹാൻസ് ജോൺ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, വളരെ വേഗത്തിൽ തന്നെ നിയമ നടപടികളിലേക്ക് പോവുകയാണ് രജിസ്ട്രാർ. ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാർ പറയുന്നത് സർവ്വചട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർ ഗവർണറുടെ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്നത്. RSSന് വേണ്ടി രാമക്ഷേത്രത്തിൽ ശിലാന്യാസം നടത്തിയ ശേഷമാണ് പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഇപ്പോൾ ഈ വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കുകയും പിന്നീട് ഈ നടപടികളെല്ലാം ചെയ്യുന്നത് എന്ന കടുത്ത വിമർശനം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉന്നയിക്കുകയാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കാനുള്ളത്? അവിടെ വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഉൾപ്പെടെ ഉണ്ട്. അതായത് തെരുവിലേക്ക് ഉൾപ്പെടെ ഈ ഏറ്റുമുട്ടൽ നീളാനുള്ള സാധ്യത തുടരുകയാണ് അല്ലേ ഹാൻസ്? തീർച്ചയായും പിന്നിൽ ഇന്ന് SFIയുടെ നേതൃത്വത്തിലാണ് സർവകലാശാല ആസ്ഥാനത്ത് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രജിസ്ട്രാറായിട്ടുള്ള ഇത്തരത്തിൽ സസ്പെൻഷനുള്ള രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് ഇന്ന് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നീങ്ങാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ തിരിച്ചടിയാകാൻ സാധ്യതയില്ലെങ്കിൽ ഇങ്ങോട്ട് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ തന്നെയാണ് KS അനിൽകുമാറിന്റെ തീരുമാനം. ഈ ആസ്ഥാനത്തേക്ക് എത്തുന്ന രജിസ്ട്രാർ ഭരണഘടന നൽകി സ്വീകരിക്കാനാണ് SFIയുടെയും തീരുമാനം. ചെറിയൊരു രീതിയിലെങ്കിലും ആ സമയത്ത് ഏകദേശം ഒരു 10:30 കൂടി പ്രതിഷേധം സൃഷ്ടിക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതേസമയം താൽക്കാലിക VCയുടെ ചുമതല നൽകിയ ഡോക്ടർ സിസ തോമസ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സിസ തോമസുമായി ബന്ധപ്പെട്ടിരുന്നു. സിസ തോമസ് വ്യക്തമാക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ സർവകലാശാല ആസ്ഥാനത്തേക്ക് താൻ എത്തേണ്ട സാഹചര്യമുള്ളൂ എന്നാണ് സിസ തോമസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഒരു വിളി വരികയാണെങ്കിൽ സിസ തോമസ് ഇവിടെ എത്തുകയും 11:30 SFIയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സംഘർഷം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സിസ തോമസിനെതിരെ വലിയ പ്രതിഷേധം തന്നെ നടത്താനാണ് SFIയുടെ നിലവിലെ തീരുമാനം. ആ ഒരു സാഹചര്യം നിലനിർത്തി തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് വലിയ പോലീസ് സന്നാഹം എത്തിയിരിക്കുന്നത്. കന്റോൺമെന്റ് CAയുടെ നേതൃത്വത്തിൽ വലിയ 2 ബസ്സിലധികം വരുന്ന പോലീസ് സേനയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ രാത്രി SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വലിയൊരു ബാനർ കെട്ടുകയുണ്ടായി. ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ CPയും തോറ്റുമടങ്ങി എന്നിട്ടാണ് രാജേന്ദ്ര എന്ന മുദ്രാവാക്യമായിരുന്നു ബാനറിലുണ്ടായത്. എന്തായാലും ഗവർണർ VCയോടൊപ്പം തന്നെ ഗവർണർക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. അത് SFI ആവട്ടെ, DYFI ആവട്ടെ, CPM ആവട്ടെ, എല്ലാ കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാവിലെ മന്ത്രിമാരടക്കം മന്ത്രിയായിട്ടുള്ള R. ബിന്ദുവും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും എല്ലാം പ്രതികരിച്ചു. അതിനോടൊപ്പം തന്നെ ദേശാഭിമാനിയുടെ മുഖപത്രത്തിൽ ലേഖനമായി
MV ഗോവിന്ദൻ മാസ്റ്ററും ഇത്തരത്തിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഉച്ചയോടുകൂടി SFIയുടെ രാജ്ഭവൻ മാർച്ചുണ്ട്. ഇന്നലെ രാത്രിയും SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ സമയത്ത് വലിയ പ്രതിഷേധം, വൻ സംഘർഷം തന്നെയാണ് രാജ്ഭവൻ ഭാഗത്ത് ഉണ്ടായത്. DYFI നേതാക്കളെത്തി ആ ബാരിക്കേഡ് മറിച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്കും ബാരിക്കേഡ് മറികടന്ന് പോലീസുകാരെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നു. പക്ഷേ അതിന്റെ ഇരട്ടി പ്രതിഷേധം ഇന്ന് വലിയ ബഹുജന പിന്തുണയോടെ നടത്താനാണ് SFIയുടെ തീരുമാനം. വലിയ സംഘർഷം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ഭാരതാംബ വിഷയത്തിൽ തുടങ്ങി ഇപ്പോൾ ഇത്തരത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള സംസ്ഥാനത്തെ രജിസ്ട്രാർമാരുടെ സംഘടനയുടെ തലവനായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് അനിൽകുമാർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ വലിയ രീതിയിൽ എതിർക്കുക തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ബിനിൽ, ഹാൻസ്, ഇപ്പോൾ നിയമപരമായ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ രജിസ്ട്രാർ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമാണോ? രജിസ്ട്രാറുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് മനസ്സിലാക്കാനാകുന്നത്? തീർച്ചയായും ബിനിൽ, രജിസ്ട്രാറിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകാനാണ് രജിസ്ട്രാറുടെ തീരുമാനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. സർവകലാശാല നിയമത്തിലെ 10ാം വകുപ്പിലെ 13ാം ഉപവകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഈ നിയമപ്രകാരം സിൻഡിക്കേറ്റ് ചേരാത്ത അടിയന്തര സാഹചര്യങ്ങൾ വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കാം എന്നാണ് ഈ സർവകലാശാല ചട്ടത്തിൽ പറയുന്നത്. പക്ഷേ അതിനുശേഷമുള്ള ഒരു വകുപ്പാണ് 10 വകുപ്പിൽ 14ാം ഉപവകുപ്പ്. അതാണ് സിൻഡിക്കേറ്റിന് അധികാരം നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയിൽ നിയമനങ്ങൾ നടത്തുകയോ അതിനോടൊപ്പം തന്നെ ആ നിയമനങ്ങൾ റദ്ദാക്കുകയോ ചെയ്യേണ്ടത് സിൻഡിക്കേറ്റ് ആണ്. പക്ഷേ ഈ നിയമത്തെ മറികടന്നുകൊണ്ട് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നിലവിൽ രജിസ്ട്രാർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശ പ്രകാരം ഈ നടപടി സാധൂകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത നടപടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് രജിസ്ട്രാർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അതുകൊണ്ട് തന്നെ രജിസ്ട്രാറിന്റെ ഈ നടപടി നിലനിൽക്കില്ല. അതിനു പകരം സിൻഡിക്കേറ്റിന് അധികാരം നൽകുന്ന 10ാം വകുപ്പിലെ 14ാം ഉപവകുപ്പായിരിക്കും നിലനിൽക്കുന്നത് എന്ന വാദമാണ് ഇപ്പോൾ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഈ ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് രജിസ്ട്രാർ ഒരുങ്ങുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അപേക്ഷയിൽ സിൻഡിക്കേറ്റും അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കൂടി ചേരുമോ എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പ്രതികരണം അനുസരിച്ച് ഈ രജിസ്ട്രാറുടെ അപേക്ഷയ്ക്കൊപ്പം സിൻഡിക്കേറ്റും കൂടെ ചേരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായ ഒരു നിലപാട് നേടിയെടുക്കാനായിരിക്കും രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ശ്രമിക്കുക. ബിനിൽ, അപ്പോൾ KS അനിൽകുമാർ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഹാൻസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയല്ലോ ഈ സർവകലാശാല നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപവകുപ്പ്, അതിൽ സിൻഡിക്കേറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തി എന്നുള്ളത്. അത്തരം എന്ത് അടിയന്തരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ സ്വാഭാവികമായിട്ടും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് കിടക്കുമ്പോൾ VC തയ്യാറാകണമല്ലോ. കാരണം ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. എന്തുകൊണ്ടാണ് ഗവർണറെ അപമാനിച്ചത്, അല്ലെങ്കിൽ ഗവർണർ പങ്കെടുത്ത പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്, അതിൽ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് രജിസ്ട്രാർ നൽകിയിരുന്ന മറുപടി. പക്ഷേ ആ മറുപടിയിൽ എന്ത് മതപരമായ ചിഹ്നമാണ് എന്ന് വ്യക്തതയില്ലാത്തതിനാലാണ് നടപടിയെടുക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. വളരെ തിടുക്കമിട്ടുള്ള ഒരു നടപടിയാണ് ഈ എടുത്തിട്ടുള്ളത് എന്ന് വൈസ് ചാൻസലറുടെ ഓഫീസിന് ഒരു വിചാരമുണ്ടോ, അല്ലെങ്കിൽ അത് വളരെ കൃത്യമാണ്, എല്ലാ നിയമപരമായിട്ടുള്ള ലൂപ്ഹോൾസും അടച്ചതിന് ശേഷമായിരുന്നു എന്നാണ്. എന്താണ് വൈസ് ചാൻസലറുടെ ഓഫീസ് VC ചിന്തിക്കുന്നത്? ഹാൻസ്, പിന്നിൽ VCയുടെ ഈ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ബിനിൽ ഇപ്പോൾ പരീക്ഷ കൺട്രോളറാണ് എത്തിച്ചേർന്നത്, രജിസ്ട്രാർ അല്ല. ബിനിൽ, നമുക്ക് തിരിച്ചു വരാം. ബിനിൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ ഒരു പ്രതികാര നടപടി സ്വീകരിച്ചു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ രജിസ്ട്രാറും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ല. അതിനോടൊപ്പം തന്നെ സർവകലാശാലയിലുള്ള മറ്റ് പ്രതിനിധികളായിട്ടുള്ളവരോട്ടും ഇപ്പോൾ നല്ല
ഒരു സ്വീകാര്യതയല്ല വൈസ് ചാൻസലർക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ഒറ്റ വൺ മാൻ ആർമി തന്നെ എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഒരു വിഭാഗവും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ അടക്കമുള്ള മറ്റധികൃതർ മറ്റൊരു വിഭാഗവുമായിട്ടുള്ള ശരി, ആ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. എന്തായാലും സസ്പെൻഷനെ മുഖവിലേക്ക് എടുക്കാതെ രജിസ്ട്രാർ അവിടെ എത്തുകയാണ് അനിൽകുമാർ. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ SFI ഒരുങ്ങുകയാണ്. വൈസ് ചാൻസലർക്കെതിരായ പ്രതിഷേധം, ഡോക്ടർ മോഹനൻ കുന്നുമേലിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്കും SFI കടന്നിരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നിയമ പോരാട്ടത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.